आदाब ആദാബ്. ഇന്ന് നമ്മുടെ ഡിപ്ലോമ ഉറുദു കോഴ്സിന്റെ രണ്ടാമത്തെ പുസ്തകം, അതിലെ ആദ്യ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമുക്കൊരു കോൺവെർസേഷൻ, ഒരു ഗുഫ്തഗു ആണ്, ഒരു സംഭാഷണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മളൊരു ഗുഫ്തഗു തയ്യാറാക്കുവാൻ നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ് ഇതിൽ ഫസ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഒരു സംഭാഷണത്തിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത് നമുക്ക്. അതിൽ ഒന്നാണ് സമീർ, ഒന്നാണ് ആശ. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. ചെറിയൊരു സംഭാഷണം പറയുന്നതാണ്. സമീർ ചോദിക്കുകയാണ് യേ ക്യാ ഹേ, എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ്, യേ ക്യാ ഹേ, ഇത് എന്താണ് എന്ന്. അപ്പൊ ആശയിന് മറുപടി പറയാണ് യേ എന്ന് പറഞ്ഞാൽ ഇത്, യേ കിതാബ് ഹേ, ഇത് ഒരു പുസ്തകമാണ് എന്ന്. അടുത്തത് ചോദിക്കാണ് ഓർ വോ ക്യാ ഹേ, അത് എന്താണെന്ന്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. യേ എന്ന് പറഞ്ഞാൽ ഇത്, ഇവൻ, ഇവൾ, ഇവർ, ഇതിനൊക്കെ ഈ യേ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാ എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളത്. അപ്പൊ ക്യാ എന്ന് വെച്ചാൽ എപ്പോഴും എന്താ എന്നാണ്. അപ്പൊ യേ ക്യാ ഹേ, ഇതെന്താണ്. അപ്പോ നമുക്ക് എന്തിനെ കുറിച്ച് ചോദിക്കാം. അപ്പോ ഇയാൾ ഉത്തരം പറഞ്ഞത് യേ കിതാബ് ഹേ, യേ കലം ഹേ, യേ അടുത്ത് പറയാം നമുക്ക് എന്ത്, യേ ഫോൺ ഹേ, യേ. ഇങ്ങനെ എന്തും നമുക്ക് വെച്ചുകൊണ്ട് പറയാൻ പറ്റും. ബേസിക്കലി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേ ക്യാ ഹേ, യേ കിതാബ് ഹേ. ഇനി അടുത്തതാണ് എന്ത്, ഓർ വോ, അത് എന്നുള്ളത് നമ്മൾ പറയുന്നത് അത്, അവൻ, അവൾ, അവർ, ഇതിനൊക്കെ എന്താണ് വോ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഓർ എന്ന് വെച്ചാൽ ആൻഡ് എന്നുള്ളതിനാണ് നമ്മൾ ഓർ എന്ന് ഉപയോഗിക്കുന്നത്. വോ ക്യാ ഹേ, അതെന്താണ്. അപ്പൊ അതിന് ഉത്തരം പറയുന്നത് വോ കുർസി ഹേ, വോ കുർസി ഹേ. കുർസി കസേര, ഇരിക്കുന്ന കസേരയാണ് നമ്മൾ കുർസി എന്ന് പറയുന്നത്. അപ്പോ യേ കലം ഹേ, ഇതെന്താണ്, ഇത് കലമാണോ. എന്നിട്ട് ഒരു പെൻസിൽ പിടിച്ചിട്ട് ചോദിക്കണം അവര്, യേ ക്യാ കലം ഹേ, ക്യാ യേ കലം ഹേ. ക്യാ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്യാ, ആദ്യം വന്നു ക്യാ ആണോ, യേ കലം ഹേ, ഇത് പേനയാണോ. അപ്പൊ അതിന് നമുക്ക് എന്തറിയാം, ഒന്നുകിൽ ആണ് എന്നറിയാം, അല്ലെങ്കിൽ അല്ല എന്നറിയാം. ഇവിടെ പറയുന്നത് എന്താ നോക്കാം, ജി നഹി. നഹി എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ല എന്നുള്ള, അല്ല അല്ലെങ്കിൽ ഇല്ല എന്നാണ്. നഹി പറഞ്ഞാൽ അല്ല എന്ന്. ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പൊളൈറ്റ്നെസ്, ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ പറയുകയാണ് എന്ത്, ജി നഹി, അല്ല. രണ്ടും നെഹി എന്ന് പറഞ്ഞാലും ജി നഹി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ കാണുന്ന റെസ്പെക്ട്, ചോദിക്കുന്ന ആളോട് നമ്മൾ എന്താ പറയുക, അവര് നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു റെസ്പെക്ട് ആയിട്ട് ഭാഗത്ത് പറയണത് ജി നഹി അല്ല, യേ കലം നഹി. ഒന്നുകൂടി സ്പഷ്ടമാക്കാണ്, വ്യക്തമാക്കണത് യേ കലം നഹി, പെൻസിൽ ഹേ, ഇതെന്താണ്, പെൻസിൽ ഹേ എന്ന്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഗുഫ്തഗു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത വേറെ ഗുഫ്തഗു ആണ്. ഇതാരും തമ്മിലുള്ള തന്നെയാണ്, സമീറും ആശയും തമ്മിലുള്ള അടുത്തൊരു കോൺവെർസേഷൻ ആണ്, അടുത്തൊരു ഗുഫ്തഗു ആണ് ഇത്. നോക്കാം. സമീർ, നമ്മൾ ഇത് എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം, യേ കോൻ ഹേ. കോൻ എന്നുള്ള പദമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ളതിനാണ് നമ്മൾ കോൻ എന്ന് ഉപയോഗിക്കുന്നത്. കോൻ, യേ കോൻ ഹേ, ഇത് ആരാണ്. അപ്പോ ഉത്തരം പറയണേ യേ മേരെ ചച്ചാ ഹേ, ഇതെന്റെ എളാപ്പയാണ് എന്ന്. യേ മേരെ ചച്ചാ ഹേ, ചച്ചാ ഹേ. അപ്പൊ ഇവിടെ പറഞ്ഞെന്തറിയോ, ചച്ച എന്നുള്ളത് ഒരാളാണ് എങ്കിലും ഇവിടെ എന്ത് ചെയ്തു, മേരെ ചച്ച എന്നുള്ള ഉപയോഗിച്ചത്. മേരെ എന്നുള്ള റെസ്പെക്റ്റോട് കൂടി മേരാ ചച്ച ഹേ എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ ഇയാൾ എന്താ പറഞ്ഞത്? ഈ മേരെ ചച്ചേ ഹേ. മേരെ എന്നുള്ളത് ബഹുമാനത്തോട് പറയുമ്പോഴാണ് മേരെ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി പറയാം. മേരെ ചച്ചേ ഹേ എന്നാണ്. ഹൈ എന്ന് നമ്മൾ ഒരാൾക്ക് പറയും പോലെ. ഈ മേരെ ചച്ചേ ഹേ, ഇതെന്റെ എളാപ്പയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? റെസ്പെക്റ്റോട് കൂടി പറയുന്നതിനാണ് ഇങ്ങനെ ഈ ബഹുവചനം ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ക്യാ യേ ഡോക്ടർ സാഹബ് ഹെ? ഇയാള് ഡോക്ടറാണോ? ക്യാ യേ, ക്യാ എന്നുള്ള ചോദ്യം. ക്യാ യേ ഡോക്ടർ സാഹബ് ഹെ? ഇവര് ഡോക്ടർ സാഹബാണോ എന്ന്. സാഹബ് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. സാഹിബ് എന്നുള്ള, സാഹിബ എന്ന് ഉപയോഗിക്കും പോലെ റെസ്പെക്റ്റോട് കൂടി നമ്മൾ പറയുന്ന ഒന്ന് തന്നെയാണ് സാഹബ് എന്നുള്ളത്. ക്യാ യേ ഡോക്ടർ സാഹബ് ഹെ? ഇതാരും ഡോക്ടർ സാഹബാണോ? ഇവിടെയും ക്യാ എന്നുള്ളത് വന്നു. അപ്പൊ ഉത്തരം പറയണെന്ത്? ജി നഹി, അല്ല, യേ വക്കീൽ സാഹബ് ഹെ. ഇതാണ് നമ്മുടെ ഇത്. ആരാണ്? വക്കീൽ സാഹബാണ് എന്നുള്ളത്. വക്കീൽ സാഹബ്, ഡോക്ടർ സാഹബ്, ഇങ്ങനെയൊക്കെ. സ്ത്രീകൾക്കാവുമ്പോൾ സാഹിബ്, ഡോക്ടർ സാഹിബ, വക്കീൽ സാഹിബ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യേ എന്നുള്ളതിന്റെ ഇത്, ഇവൻ എന്നുള്ളതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇവർ ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ കോൻ, ക്യാ. കോൻ എന്ന് പറഞ്ഞാൽ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ഈ അർത്ഥത്തില്. അടുത്തത് നോക്കാം. മൂന്നാമത്തെ ഒരു പുസ്തകമാണ്. ഈ ലഡ്ക കോൻ ഹെ? യേ ലഡ്ക, ലഡ്ക ആൺകുട്ടി, ലഡ്ക ആൺകുട്ടി. യേ ലഡ്ക കോൻ ഹെ? ഈ ലഡ്ക കോൻ ഹെ, ആരാണ്? ഭാഷ പറയുന്നത് ഈ മേരാ ചോട്ടാ ഭായി ഹെ. ഇതെന്റെ ചോട്ടാ ഭായി ആണ്. ചോട്ട അറിയാലോ, ചെറിയ എന്നതാണ്. ഇതിന്റെ ചെറിയ സഹോദരനാണ്. ഈ മേരാ ചോട്ടാ ഭായി ഹെ. അടുത്ത സമീർ പറയുന്നത് ആപ്കി കിത്നി ഭായി ബഹൻ ഹെ? ഭായി ബഹൻ ഹെ എന്നാണ് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്കെ കിത്നെ, കിത്നെ, കിത്ന സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോ, കിത്നെ ബഹുവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ. സ്ത്രീലിംഗാണെന്ന് എനിക്ക് എന്താ ചോദിക്കുക? കിത്നി എന്നാണ്. അപ്പൊ നോക്കാം ഇവിടെ ആപ്കെ കിത്നെ ഭായി ബഹൻ ഹെ? നിങ്ങൾക്ക് എത്ര എണ്ണം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് എന്ന്. അപ്പൊ അതിനെ ആശപ്പ് കൊടുക്കുന്ന മറുപടിയാണ് എന്ത്? മേരെ ദോ ഭായി ഹെ ഓർ ഏക് ബഹൻ ഹെ. എന്താ പറഞ്ഞത് ഇവിടെ? മേരെ, എനിക്ക് എന്തുണ്ട്? ദോ, രണ്ടുപേരുണ്ട്. അവിടെയാണ് മേരെ എന്നത്. മറ്റേ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മേര എന്നാണ് വരിക. റെസ്പെക്റ്റോട് കൂടിയാണെങ്കിൽ മേരെ എന്ന് വരും. മേരെ ദോ ഭായി ഹെ. ഹേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹേ എന്നല്ല. ഹേ എന്ന് പറഞ്ഞാൽ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത്. മലയാളികൾ പൊതുവെ ഹൈ എന്നാണ് പറയാറുള്ളത്, തെറ്റാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് മാത്രം. മേരെ ദോ ഭായി ഹേ, എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട്. പിന്നെ ഓർ ഏക് ബഹൻ, ഓർ ഏക് ബഹൻ, ഓർ ഏക് ബഹൻ ഹേ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പോ ഇവിടെ എന്ത് പറയുന്നു? ഓർ ആപ്കെ, തിരിച്ചു ചോദിക്കണം അയാളുടെ. ഓർ ആപ്കെ ഉദ്ദേശിക്കുന്നത് ഓർ ആപ്കെ കിത്നെ ഭായി ബഹൻ ഹെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സമീർ പറയാണ് മേരി സിർഫ് ഏക് ബഹൻ ഹെ. മേരി സിർഫ് ഏക് ബഹൻ ഹെ, ഒരേ ഒരു ആരാണ്? ബഹൻ മാത്രമാണ് എനിക്കുള്ളത്, സഹോദരി മാത്രമാണ് ഉള്ളത്. മേരി സിർഫ് ഏക് ബഹൻ ഹെ, ഇവിടെ ഏക് ബഹൻ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മേരി എന്ന് പറഞ്ഞത്. നോക്കാം. അപ്പൊ ആഷ അടുത്ത് ചോദിക്കണം എന്ത്? ചോട്ടി യാ ബടി, ചോട്ടി ആണോ ബടി ആണോ? ഇവിടെ ചോദിച്ചു ബഹൻ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ്, മുഅന്നസ് എന്ന സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോട്ടി ബടി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഭായി എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ചോട്ട ബട എന്നൊക്കെയാണ് പറയാ. അപ്പോ ചോട്ടി യാ ബടി, ചെറിയതാണോ വലിയതാണോ ഉദ്ദേശിച്ചാൽ ചെറിയ സഹോദരിയാണോ വലിയ സഹോദരിയാണോ, ഉദ്ദേശിച്ചതിന്റെ മൂത്തതാണോ ഇളയതാണോ നോക്ക്. സമീർ ബടി, വ്യക്തമായല്ലോ. ആപ്കെ കിത്നെ ബച്ചേ ഹെ? തിരിച്ചു ചോദിക്കുകയാണെന്ത്? സമീർ ചോദിക്കണത് ആപ്കെ കിത്നെ ബച്ചേ ഹെ? നിങ്ങൾക്ക് എത്ര? കിത്നെ ബച്ചേ, ബച്ച ബച്ചേ, ബച്ചേ ഹെ. ആഷ दो, एक बेटी एक बेटा, एक बेटी और एंड एनुള്ളതിനാണ് और एक बेटा.
ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇപ്പൊ ഇവിടെ ബേട്ട എന്നുള്ളതിന് മുഅന്നസ് ആണ് ബേട്ടി എന്നുള്ളത്. ബേട്ട ബേട്ടി. നോക്കാം. സമീർ വാലിദൈൻ കഹാ ഹെ. വാലിദ് ഉപ്പ, വാലിദ ഉമ്മ. വാലിദൈൻ എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കാണ്, പാരന്റ്സ് എന്നുള്ളതിനാണ് വാലിദൈൻ എന്ന് പറയാം. വാലിദൈൻ കഹാ ഹെ. ഇവിടെ കഹാ ഹെ എന്നല്ല ചോദിച്ചത്, ഹേ എന്നാണ്. ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ആരാണ്? വാലിദൈൻ എന്നാണ്, രക്ഷിതാക്കൾ. കഹാ ഹൈ എന്നുള്ളതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ ആശ പറയണത് വോ ഗാവ് മേ ഹേ. അവരെവിടെയാണ്? ഗാവ് മേ ഹേ, നാട്ടിലാണ്, ഗ്രാമത്തിലാണ് എന്ന്. എന്നിട്ട് പറയണത് മേരെ വാലിദ് സാഹബ് സ്കൂൾ മേ ഉസ്താദ് ഹേ. അവരെന്താണ്? മേരെ വാലിദ് സാഹബ്, ഒരാളെ ഉള്ളൂ, പക്ഷെ ആരാണ്? വാലിദാണ്, റെസ്പെക്റ്റോട് കൂടി പറയണം. അപ്പൊ എന്താണ്? മേരെ വാലിദ് സാഹബ്, എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്താണ്? സ്കൂൾ മേ ഉസ്താദ് ഹേ. സ്കൂൾ മേ ഉസ്താദ്, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ടീച്ചർ. സ്കൂൾ മേ ഉസ്താദ് ഹൈ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം റെസ്പെക്റ്റോട് കൂടി. നോക്കാം. സമീർ ആപ്കെ ഗാവ് മേ കിത്നെ സ്കൂൾ ഹേ. നിങ്ങളുടെ ഗ്രാമത്തിൽ ആപ്കെ ഗാവ് മേ കിത്നെ, കിത്ന, കിത്നെ, കിത്നെ സ്കൂൾ ഹേ, എത്ര സ്കൂളുകളുണ്ട് എന്ന്. ആശ മേരെ ഗാവ് മേ ദോ സ്കൂൾ ഹേ. എന്റെ ഗ്രാമത്തിൽ എന്താണ്? ദോ സ്കൂൾ ഹേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ ഏക് സ്കൂൾ ഹേ എന്നാണ് ഉപയോഗിക്കുക. മറ്റേ ഹേ എന്നായതുകൊണ്ടാണ്, ബഹുജന ആയതുകൊണ്ടാണ്. एक लड़कों के लिए एक लड़कों का दूसरा लड़कियों का. അപ്പൊ ഒരു ബോയ്സ് സ്കൂളാണ്. ഏക് ഓർ എന്താണ്? ദൂസര, രണ്ടാമത്തെ എന്താണ്? ലഡ്കിയോം കാ. അപ്പൊ ഇവിടെ ദൂസര, ദൂസര എന്ന രണ്ടാമത്തേത് നിങ്ങൾ ഉപയോഗിക്കണം. പഹല, ദൂസര, തീസര, ചൗഥ, പാഞ്ചുവ, ഛട്ട, സാത്വ, ആട്വ, നവ്വ, ദസ്വ. ഇങ്ങനെയാണ് എണ്ണുമ്പോൾ പറയാം. ഒന്നാമത്തെ, രണ്ടാമത്തെ എന്നുള്ളതിന് പറയുന്നത്, ഒന്നാമത്തെ എന്നുള്ളതിനാണ് പഹല, രണ്ടാമത്തെ പറയുന്നതാണ് ദൂസര, മൂന്നാമത്തെ തീസര, നാലാമത്തെ ചൗഥ, പാഞ്ചുവ അഞ്ചാമത്തേത്, 6 ഛട്ട, 7 സാത്വ, 8 8, 9 നവ്വ, ദസ്വ. ഇത് പുല്ലിംഗമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. മുഅന്നസ് ഉപയോഗിക്കുമ്പോഴോ പഹലി, ദൂസരി, തീസരി, चौथी, पांचवी, सातवीं, छठी, सातवीं, आठवीं, नवीं, दसवीं. നോക്കാം എങ്ങനെയാണ്. पहली जमात, दूसरी जमात, तीसरी जमात, चौथी जमात, पांचवी जमात, छठी जमात, सातवीं जमात, आठवीं जमात, नवीं जमात, दसवीं जमात. അപ്പൊ ഇവിടെ എന്താണ്? ഇതൊക്കെ മുഅന്നസ് ആണ്, ജമാഅത്ത് എന്നുള്ളത്. ഇനി നമ്മൾ കംര എന്ന് പറയുന്നത് റൂമിനാണല്ലോ കംര എന്ന് പറയാ. കംര മുസക്കർ ആണ്. നമ്മൾ എന്താ പറയാ? പഹല കംര, ദൂസര കംര, തീസര കംര, ചൗഥ കംര, പാഞ്ചവ കംര, ഛട്ട കംര, സാത്വ കംര, ആഠ്വ കംര, ദസ്വ, നവ്വ കംര, ദസ്വ കംര. ഈ രൂപത്തിലാണ് മുഅന്നസും മുസക്കറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി കഴിയുമ്പോൾ വ്യക്തമാകും. അതിന്റെ കുറച്ച് ടെക്നിക്കുകളുണ്ട്, പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ ഇനിയാണ് അടുത്ത് ചോദിക്കുകയാണ്. മേരെ ഗാവ് മേ ദോ സ്കൂൾ ഹേ, ഏക് ലഡ്കോं का दूसरा लड़कियों का. അതിനുശേഷം സമീർ ചോദിക്കുകയാണ് ദാഖില ക്യാ ആസാനി സെ മിൽ ജാതാ ഹൈ. ദാഖില ക്യാ ആസാനി സെ മിൽ ജാതാ ഹൈ. അപ്പൊ ഇവിടെ ചോദ്യമാണ് എന്ത്? ദാഖില എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ. ക്യാ ആസാനി സെ മിൽ ജാതാ ഹൈ, എളുപ്പം കിട്ടുമോ, പെട്ടെന്ന് കിട്ടുമോ അഡ്മിഷൻ സ്കൂളുകളിൽ എന്ന്. ആശ ജി ഹാ, അതെ. ജി ഹാ, അതെ കിട്ടും. കബി തഷ്രീഫ് ലായിയേ, വല്ലപ്പോഴും ഒന്ന് വന്നാലും. തഷ്രീഫ് ലാന, റെസ്പെക്റ്റോട് ആസന്നിധനായാലും എന്നുള്ളതിനാണ് പറയുന്നത്. തഷ്രീഫ് ലായിയേ, റെസ്പെക്റ്റോട് കൂടി പറയുന്നത്. കബി ആവോ എന്നല്ല പറയുന്നത്. കബി തഷ്രീഫ് ലായിയേ, താങ്കൾ വന്നാലും. അടുത്തത് ബच्चे आपसे मिलकर खुश होंगे. നിങ്ങൾ വല്ലപ്പോഴും വന്നാൽ എന്തായിരിക്കും? ബच्चे, അവിടുത്തെ കുട്ടികൾ എങ്ങനെയായിരിക്കും? ആപ്സെ മിൽക്കർ ഖുഷ് ഹോംഗെ, താങ്കളുമായിട്ട്. ആപ്പ് എന്നുള്ള ഉപയോഗിച്ചിട്ട് തും എന്നല്ല, തു എന്നല്ല, റെസ്പെക്റ്റോട് കൂടിയാണ്
आपसे मिलकर खुश होंगे. താങ്കൾ വന്നാൽ എന്തായിരിക്കും അവരെ കുട്ടികളൊക്കെ സന്തോഷവാന്മാരായിരിക്കും. അപ്പൊ സമീർ പറയണത് ജരൂർ, ഓഫ് കോഴ്സ്, ജരൂർ തീർച്ചയായും, ആശ, ശുക്രിയ. അപ്പോ നമ്മളൊക്കെ എന്താ വെച്ചാൽ എന്താ പറയാ, കാരണം താങ്ക്സ് എന്ന് പറയാറല്ലോ, അതിനാണ് ശുക്രിയ എന്ന് ഉപയോഗിക്കുന്നത്. നോക്കാം ഇനി ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. ഒന്ന് നമ്മൾ ഹേ എന്നുള്ളതാണ്. ഹേ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ ആകുമ്പോഴാണ്, എന്ന് വെച്ചാൽ ഏകവചനമാകുമ്പോഴാണ് നമ്മൾ ഹേ എന്ന് ഉപയോഗിക്കുന്നത്. ഹൈ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആർ എന്ന് വരുന്നത്. ആർ എന്ന് പറയുമ്പോൾ എന്താണ്, റെസ്പെക്ട് മീൻസ് ബഹുവചനാകുമ്പോഴാണ് ഹൈ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. റെസ്പെക്റ്റോട് കൂടി ഉപയോഗിക്കാം. അടുത്തതാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ. ഐ മീൻസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വാക്കുകളാണ്. എന്തൊക്കെയാണ്? ക്യാ എന്നർത്ഥം വാട്ട് എന്നുള്ളതാണ്. കഹാ, വേർ, കോൻ, ഹു, ആരെന്നത്, കിത്തന, എത്ര എന്നുള്ളതിനാണ്. അപ്പൊ ഇനി ഇവിടെ അടുത്ത് നോക്കാം. കിത്തനെ എന്ന് ചോദിച്ചാൽ മസ്കുലിൻ പ്ലൂറൽ ആണ്. എന്ന് വെച്ചാൽ അറിയാലോ, എന്ന് വെച്ചാൽ എന്താണ്, പുല്ലിംഗം ബഹുവചനാവുമ്പോഴാണ് കിത്തിനെ എന്ന് ചോദിക്കുന്നത്. കിത്തിനെ ബച്ചേ ഹേ, കിത്തിന, കിത്തിന എന്ന് വെച്ചാൽ എത്ര എന്നുള്ളതാണ്. കിത്തിന എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ കിത്തിന എന്ന് വെച്ചാൽ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്, ഇവിടെ കിത്തിനെ ബഹുവചനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കിത്തിനി എന്ന് ചോദിക്കുന്നത്. അടുത്ത് നോക്കാം, യേ വോ. വ്യത്യാസം എന്ന് വെച്ചാൽ യേ നമ്മൾ നേരത്തെ പറഞ്ഞു, യേ എന്ന് പറഞ്ഞാൽ ഇത്, ഇവൻ, ഇവൾ, ഇവർ. ദിസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വോ എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അവൻ, അവർ, അവൾ, അവർ. ഇതിനു വേണ്ടിയാണ് വോ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, കുറച്ച് പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സിംഗുലറിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പ്ലൂറലിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വാഹിദിൽ എങ്ങനെയാണ്, ജമ ആവുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മസ്കുലിൻ മീൻസ് മുസക്കർ മുസക്കറിലെ സിംഗുലർ ആവുമ്പോൾ എങ്ങനെയാണ്, പ്ലൂറൽ ആവുമ്പോൾ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ മുഅന്നസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സിംഗുലർ ആവുമ്പോൾ എങ്ങനെയാണ്, പ്ലൂറൽ ആവുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. മൈ എന്നുള്ളതിനാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, മേര എന്ന് ഉപയോഗിക്കും. മൈ ബുക്ക്, മൈ പെൻ എന്നുള്ളതിനെ. അപ്പൊ എന്താണ് മേര. മൈ ബുക്ക് എന്ന് പറയുമ്പോൾ മേരി കിതാബ് എന്നാണ് ഉപയോഗിക്കുക. മേര കലം എന്നാണ് ഉപയോഗിക്കുക. കലം മുസക്കർ ആയതുകൊണ്ട് മേര. മേര ഭായി ഉപയോഗിക്കാം. മേര ഛോട്ടാ ഭായി. ഇനി നോക്കാം, മൈ എന്നുള്ളതിനാണ് മേര. അത് ബഹുവചനാകുന്നത് മേരെ, മേരെ ഭായി. ഇനി അടുത്ത് നോക്കാം, മേരെ കലം. അപ്പൊ ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടാകും. നോക്കാം, മേര, മേരെ. അതുപോലെ തന്നെ അത് മുഅന്നസിലാവുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുക, മേരി എന്നാണ്. മേരി കിതാബ്, മേരി കിതാബേ. ഇതാണായാലും പെണ്ണായാലും ഒക്കെ എന്താണ്, മേരി കിതാബ് എന്ന് തന്നെയാണ് പറയുക. അതുപോലെ പെണ്ണാണെങ്കിലും എന്താണ്, മേര കലം എന്ന് തന്നെയാണ് പറയുക. നോക്കാം, മേരി കിതാബ്, മേരി കിതാബേ. രണ്ടും ഒരുപോലെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫെമിനിനിൽ ഉപയോഗിക്കുന്നത് ഒരുപോലെയാണ്. ഇനി അവർ, ഹമാര എന്നുള്ളതിന്, നമ്മളുടെ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഹമാര, ഹമാരേ, ഹമാര, ഹമാരേ. ये हमारा स्कूल है, ये हमारे स्कूल है. രണ്ടും പറയാം. ഇനി എന്ത് ചെയ്യാൻ, ये हमारा भाई है, ये हमारे भाई है ഉപയോഗിക്കാം. ഇനി ഇതുപോലെ ഹമാര, ये हमारा मुल्क है, ये നോക്കാം അടുത്ത്, ഹമാര, ഹമാരെ, ഹമാരി, ഹമാരി. രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നത്. സിംഗുലറിലും ബഹുവചനത്തിലും എങ്ങനെയാണ് സ്ത്രീലിംഗമാകുമ്പോൾ ഒരുപോലെ ഉപയോഗിക്കുന്നത്. ഹമാരി എന്നാണ്. ये हमारी, ये हमारी बच्ची है, ये हमारी बच्चियां है, ये हमारी लड़की है, ये हमारी लड़कियां है. നോക്കാം അടുത്ത്. പിന്നെ അടുത്ത് തേര എന്നതാണ്. തേര എന്ന് പറഞ്ഞാല്
തും എന്നുള്ളത് ഉണ്ടായതാണ്. തും എന്ന് പറഞ്ഞാൽ നീ എന്നുള്ളത് ഉണ്ടായതാണ്. അപ്പൊ എന്താണ് തേര. തേര എന്ന് പറഞ്ഞാല് നിന്റെ. തേരി നിങ്ങളുടെ. തേര നിന്റെ. തേരെ നിങ്ങളുടെ. ആണുങ്ങളോട് പറയുന്നതിനാണ്, മീൻസ് മസ്കുലിനിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. തേര. തേര കലം. തേരെ കലം ഉപയോഗിക്കാം. നിന്റെ പേന എന്നുള്ളത് റെസ്പെക്ട് കുറയും ഇവിടെ. തേരി നിന്റെ. തേരി കിതാബ്. തേരി കിതാബ് സിംഗുലറിലായാലും ബഹുവചനാണെന്നുണ്ടെങ്കിലും തേരി എന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് യുവർ എന്നുള്ളതിനാണ് ഉപയോഗിക്കുന്നത്. തുമാര. തുമാര നിങ്ങളുടെ എന്നുള്ളതിനാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി ബഹുവചനം, ഒന്നുകൂടി ഇവിടെ റെസ്പെക്ട് കൂടി. തുമാര. തുമാര നാം ക്യാ ഹേ. ആ തുമാരി. തുമാരേ റെസ്പെക്റ്റോട് കൂടി, അല്ലെങ്കിൽ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. തുമാരി. തുമാരി കിതാബ്. തുമാരി. തുമാരി കിതാബേ. അടുത്ത നോക്കാം. ആപ്ക. ആപ് ബഹുവചന. ആപ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോട് കൂടിയാണ്. ആപ്ക. ആപ്ക ബേട്ട താങ്കളുടെ മകൻ. ആപ്ക കലം. ഇനി റെസ്പെക്ട് അടുത്തത് എന്താണ്? ബഹുവചനത്തിലാകുമ്പോ ആപ്കെ. ആപ്കെ എന്നുള്ളതാണ്. ആപ്കെ വാലിദ്. ഇനി അടുത്തത് സിംഗുലർ ആണ്, പക്ഷെ മോനസിലാണെന്നുണ്ടെങ്കിൽ ആക്കി വാലിദ. വാലിദ എന്നുള്ള മോനസ് ആണല്ലോ, ഉമ്മ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആക്കി. ആക്കി വാലിദ. ആക്കി കിതാബ്. അതുപോലെ തന്നെ ബഹുവചനത്തിലാകുമ്പോൾ എന്താണ്? ആപ്കി എന്നതിനാണ് ഉപയോഗിക്കുക. റെസ്പെക്റ്റോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ആപ്കി വാലിദ. ആപ്കി. നോക്കാം. ആപ്കി ജമാഅത്ത്. അടുത്തത് ഉസ്ക. അവന്റെ എന്നതിനാണ് ഹിസ്. അവന്റെ എന്നതിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹിസ്. അപ്പോ ഉസ്ക. അവരുടെ എന്നാകുമ്പോൾ ഉസ്കെ. ഇനി ഉസ്കി എന്ന് പറഞ്ഞാലോ അവളുടെ എന്നാണ് അർത്ഥം. ഉസ്കി എന്ന് പറഞ്ഞാല് അവരുടെ എന്നർത്ഥമുണ്ട്. നോക്കാം. അടുത്തതാണ് ഉൻക. ഉൻക. ഉസ്ക അവന്റെ അവരുടെ. അതിനേക്കാൾ ഒന്നുകൂടി റെസ്പെക്റ്റോട് കൂടി പറയുന്നതാണ് എന്ത്? ഉൻക അവരുടെ. ദേർ. ഉൻകെ അവരുടെ. ഉൻകി മുന്നസിലാവുമ്പോ സിംഗുലറിൽ, ഉൻകി ബഹുവചനത്തിലാവുമ്പോ. ഇനി നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാ കേ കി എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ കാ കേ കി വരുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. എന്താണ് സിംഗുലറിലാകുമ്പോ എന്ന് വെച്ചാല് ഏകവചനത്തിലാകുമ്പോ, അതും മുസക്കർ ആകുമ്പോ എങ്ങനെയാണ് ഉപയോഗിക്കുക? കാ എന്നാണ് ഉപയോഗിക്കുക. ബഹുവചനാകുമ്പോ കെ എന്നാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടി ആകുമ്പോ കെ എന്നാണ് ഉപയോഗിക്കുക. ഇനി മുഅന്നസിലാവുമ്പോ, സിംഗുലറിലാവുമ്പോ കി എന്നാണ് ഉപയോഗിക്കുക. അത് സിംഗുലറിലായാലും ബഹുവചനത്തിലായാലും. നോക്കാം. ഇനി അടുത്ത ഒന്നാണ് ഹ ഓർ നെഹി എന്നുള്ളത്. ഹ എന്ന് പറഞ്ഞാൽ യെസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചത്. യെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഹ എന്ന് പറയുന്നത്. നെഹി എന്നാകുമ്പോൾ നോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ജി നെഹി, ജി ഹാ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയൊരു റെസ്പെക്റ്റോട് കൂടിയാണ്, ഹോണർ ആയിട്ടാണ്. ഹ എന്നാണ് അതെ. ജി ഹാ എന്ന് പറയുമ്പോൾ എന്തായി? അതെ എന്നുള്ളതിന് അർത്ഥം വരുന്നത്, പക്ഷെ റെസ്പെക്ട് ഉണ്ടെന്ന് മാത്രം. നെഹി എന്നാണ് ഇല്ല. ജി നെഹി ഇല്ല. ഒരേ അർത്ഥം തന്നെയാണ്. നോക്കാം. ഇനി സാഹിബ് സാഹിബ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരാളുടെ പേരിന്റെ കൂടെ ആണുങ്ങളാവുമ്പോൾ എന്ത് ചെയ്യും? സാഹിബ് എന്ന് കൂട്ടും. സാഹിബ സ്ത്രീകളാവുമ്പോൾ കൂട്ടും. ജനാബ് ജനാബ എന്ന് പറയും പോലെ. വാലിദ സാഹിബ. വാലിദ എന്നുള്ള മുഅന്നസ് ആയതുകൊണ്ടാണ് വാലിദ സാഹിബ എന്ന് ഉപയോഗിച്ചത്. വാലിദ് ആവുമ്പോഴോ വാലിദ് സാഹബ്. ഇനി ഡോക്ടർ സാഹബ്, ഡോക്ടർ സാഹിബ. വക്കീൽ സാഹബ്, വക്കീൽ സാഹിബ. ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നൊരു പ്രയോഗമാണ് എന്ത്? തശ്രീഫ് രഖിയേ.
തശ്രീഫ് ലായിയെ, ഇതൊക്കെ എന്ന് വെച്ചാൽ പ്ലീസ് കം ആൻഡ് സിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വന്ന് ഇരുന്നാലും എന്നുള്ള അർത്ഥം വരെ, വന്നാലും എന്നുള്ള അർത്ഥം വരാണ്. നോക്കാം. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കുറച്ച് സഹായക ക്രിയകളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നത്. ഹേ, ഹൈ എന്നുള്ളത് രണ്ടും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഹേ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. യേ മേരി കിതാബ് ഹേ. ഇനി അടുത്തെന്താണ്? യേ മേരി കിതാബ് ഹേ. യേ മേരി കിതാബ് ഹേ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അവിടെ ധാരാളം ബുക്കുകൾ ഉണ്ടായിരിക്കും. യേ മേരാ ബേട്ടാ ഹേ. ഹേ എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. യേ മേരെ ബേട്ടേ ഹേ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ബേട്ടേ എന്ന് പറയുമ്പോൾ ഇവിടെ ബഹുവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഹൈ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് ചോദ്യചിഹ്നങ്ങളാണ്. ക്യാ, കഹാ, കോൻ, കിത്ന, കിത്നെ. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്. ക്യാ. കഹാ എവിടെ. കോൻ ആര്. കിത്ന എത്ര. കിത്നെ എത്ര എന്നുള്ളതാണ്. കിത്ന എന്ന് പറഞ്ഞാല് സിംഗുലറിൽ ഉപയോഗിക്കുമ്പോഴാണ്, കിത്നെ ബഹുവചനത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കിത്നി മുഅന്നസിൽ ഉപയോഗിക്കുമ്പോഴാണ്, ഏകവചനായാലും ബഹുവചനായാലും കിത്നി എന്നാണ്. എത്ര, എത്രത്തോളം എന്നതിലാണ്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊന്ന് നോക്കാം. കിതാബ് എന്താണ്? ബുക്ക്. കലം പെൻ. കുർസി ചെയർ കസേര. അടുത്തത് ചച്ച, അല്ലെങ്കിൽ ചാച്ച എന്നും പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എളാപ്പ എന്ന് നമ്മൾ പറയല്ലോ, അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഉപ്പാന്റെ അനിയൻ. ഭായി ബ്രദർ. ബഹൻ സിസ്റ്റർ സഹോദരി. വാലിദൈൻ എന്ന് പറയുന്നത് വാലിദും വാലിദ രണ്ടും കൂടി കൂടിയിട്ടാണ് വാലിദൈൻ എന്ന് പറയുന്നത്, പാരന്റ്സ് എന്നുള്ള പേര്. ബേട്ടി മകൾ. ബേട്ട മകൻ. ബഡി ബേട്ടി വലിയ സഹോദരി. ബഡാ ബേട്ട വലിയ മകൻ, വലിയ സഹോദരൻ, എൽഡർ സൺ. ഇനി ചോട്ടി ബേട്ടി ചെറിയ മകൾ. ചോട്ടാ ബേട്ട. പിന്നെ വക്കീൽ. ഇനി ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള ആ ഡിസ്കഷനിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിൽ അതുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മഷ്ക് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം എന്താണ്. സഹി ജവാബ് पर ടിക്ക് का निशान लगाइए. ठीक അല്ലെങ്കിൽ സഹി എന്നുള്ളതാണ് പറയുന്നത്. സഹി का निशान लगाइए. അപ്പൊ ഇവിടെ ശരിയാണെന്നുണ്ടെങ്കിൽ ടിക്ക് ചിഹ്നം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശ കെ ചച്ച ക്യാ ഹേ. ആശ കെ നമ്മൾ ഉപയോഗിച്ച് ചച്ച ക്യാ ഹേ. ആശയുടെ ചച്ച എന്താണ്, അല്ലെങ്കിൽ ആരാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്താണ് ഇവിടെ? ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ. ഇതെന്താണ് ഉത്തരം? ആശയുടെ ചച്ച എന്താണ്? ആശയുടെ ചച്ച എന്താണ്? വക്കീൽ ഹെ. അതാണ് ഇവിടെ വക്കീൽ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ബോക്സിൽ ടിക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ എക്സസൈസ്. അപ്പോ നമ്മുടെ റെസ്പോൺസ് ഷീറ്റിൽ ഫസ്റ്റ് പേജിൽ തന്നെ റെസ്പോൺസ് ഷീറ്റിൽ നമ്മളിത് ചെയ്യാറുണ്ട് കേട്ടോ, വർക്ക്. അതാണ് നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് വരുന്നത്. ആശ കെ കിത്നെ ബച്ചേ ഹെ. 3 4 2. എന്താണ് ഉത്തരം? ആശയ്ക്ക് എത്ര? കിത്നെ ബച്ചേ ഹെ കുട്ടികളുടെ. അപ്പൊ 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നോക്കാം. അടുത്തത് ആശയ്ക്ക് വാലിദീൻ കഹാ രഹത്തെ ഹെ. ആശയുടെ വാലിദീൻ രക്ഷിതാക്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന്. ഇവിടെ കഹാ എവിടെ. കിത്നെ നേരത്തോടെ എത്ര. കോൻ ക്യാ എന്ത്. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി എടുത്ത് നോക്കാം. आशा के वालिदैन कहाँ रहते हैं? गांव में, विलेज में, शहर പട്ടണത്തില്, കസ്ബ ഒരു സബർബൻ ഏരിയ, കസ്ബ. അപ്പോ ഇങ്ങനെയാണ്. ഇനി അടുത്ത് നോക്കാം. ഇപ്പൊ ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കുക, എഴുതുക.
आशा के गांव में कितने स्कूल है ആശയുടെ ഗ്രാമത്തില് കിത്തനെ എത്രത്തോളം സ്കൂൾ ഹെ എത്ര സ്കൂളുകളുണ്ട് എന്ന് ദോ തീൻ ചാർ ഏതാണോ കറക്റ്റ് അത് എഴുതുക നോക്കാം अलिफ और बे कॉलमों में दिए गए अल्फाज को रिश्ते की बुनियाद पर मिलाइए തമ്മിലുള്ള ബന്ധം അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം അതിനെ മിലായിയെ ചേർക്കാനാണ് മിസാൽക്ക് തോപ്പം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് എന്താണ് ഫോർ എക്സാമ്പിൾ ചച്ച ചച്ചി എന്നുള്ളത് അപ്പൊ ഇവിടെ എന്താണ് ചച്ച എന്നുള്ളത് മുസക്കറാണ് ചച്ചി എന്നുള്ളത് മുഅന്നസ് ആണ് ചച്ച എന്നുള്ള എളാപ്പയാണ് ചച്ചി എന്നുള്ള ഇളയമയാണ് നോക്കാം അപ്പൊ അലിഫ് എന്നുള്ള കോളം ബേ എന്നുള്ള കോളം വാലിദ് വാലിദ് എന്നുള്ളതിന് എന്തായിരിക്കും വാലിദ അതുപോലെ തന്നെ ഭായി എന്നുള്ളതിന്റെ മുഅന്നസാണ് എന്ത് ബഹൻ ബേട്ട എന്നുള്ളതാണ് എന്ത് ബേട്ടി ഇതുപോലെ കുറച്ച് പദങ്ങളൊക്കെ തയ്യാറാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വാഹിദ് സെ ജമ ബനായി എന്താണ് സിംഗുലറിനെ എന്താണ് പ്ലൂരലാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ് ഇവിടെ വാഹിദ് വാഹിദ് പറഞ്ഞാൽ എന്താണ് കിസി ജിസ്സെ കിസി ഏക് ചീസ് കാ പതാ ചലെ അത് നമുക്ക് അതിനെ നമുക്ക് മനസ്സിലാകുമെന്ത് അതില് കിസി ഏക് ചീസ് കാ പതാ ചലെ किसी एक चीज का पता चले വാഹിദ് ആവുമ്പോൾ എന്തായിരിക്കും ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ ഏകവചനമായിരിക്കും എന്ന് ഒന്ന് ഒരാള് ഒരു ഇങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്താ പറയാ വാഹിദ് എന്ന് പറയാം അപ്പോ ജമ എന്ന് പറഞ്ഞാൽ എന്താണ് ജിസ് ഏക് സെ ജ്യാദാ ചീസോ കാ പതാ ചലെ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ ആളുകളെ ഇതിലേക്ക് സൂചിപ്പിക്കുവാനാണ് ജമ എന്ന് പറയുന്നത് ജംപ് എന്ന് എഴുതും പക്ഷെ ജമ എന്ന് വായിക്കുന്നു നോക്കാം മിസാൽക്ക് തൗർ പർ കുറച്ച് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ കുർസി എന്നുള്ളത് വാഹിദാണ് അതിനെന്താണ് കുർസിയ ജമ ആണ് കുർസി കുർസിയാം ഇവിടെ എന്ത് ചെയ്തു യാം എന്നുള്ളത് ചേർക്കാണ് ചെയ്തത് ഇനി ഒരു കാര്യം മിക്കവാറും സ്ഥലങ്ങളിൽ യാം ഈ ലടുക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്ന യാ കൊണ്ടാണല്ലോ യാ കൊണ്ട് അവസാനിക്കുന്ന മിക്ക പദങ്ങളിലും യാം എന്നാണ് അലിഫ് നൂന ഇത് രണ്ടും ചേർന്നാൽ എന്താവും അത് മുസക്കറായി മാറും യാം എന്നുള്ളത് നോക്കാം ലടുക്കി ലടുക്കിയാ ലടുക്കി ലടുക്കിയാ ബേട്ടി ബേട്ടിയാ ഇനി നോക്കാം അടുത്തത് എന്താണ് ലഡ്ക എന്നുള്ളത് ലഡ്കെ എന്നാണ് മാറാം അലിഫുള്ളത് എ എന്നായി മാറും ലഡ്ക എന്നുള്ളത് ലഡ്കെ കിതാബ് കിതാബ് എന്നുള്ളത് കിതാബേം എന്നാണ് മാറുന്നത് കിതാബേം എന്നാണ് ആയി മാറുന്നത് അപ്പൊ ഇതുപോലെയുള്ള പദങ്ങൾ കുറച്ച് എഴുതിയിട്ട് നോക്കണം അടുത്തത് മുസക്കർ സെ മുഅന്നസ് ബനായി പുല്ലിംഗത്തിനെ സ്ത്രീലിംഗമാക്കാനാണ് ഇവിടെ തന്നിരിക്കുന്നത് അതെങ്ങനെയാണ് എന്താണ് ഈ മുസക്കർ മുഅന്നസ് എന്ന് പറഞ്ഞാല് മുസക്കർ എന്ന് പറഞ്ഞാല് ജിസ്സെ മർദ് സാത്ത് കാ പതാ ചലെ അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് പുരുഷൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അതിനെ സൂചിപ്പിക്കുവാനാണ് പുല്ലിംഗമായി കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനാണ് നമ്മൾ മുസക്കർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വസ്തുക്കളാണ് മുസക്കർ എന്ന് ഉപയോഗിക്കുന്നത് അത് ജീവനുള്ളതാവാം ഇല്ലാത്തതാവാം അപ്പൊ കലം എന്നുള്ളത് മുസക്കറാണ് കിതാബ് എന്നുള്ളത് മുഅന്നസ് ആണ് അതിന് ജീവനില്ലാത്ത വസ്തുക്കളാണ് എന്നാലും നോക്കാം അടുത്തത് അപ്പോ മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജിസ്സെ ഓരത് സാത്ത് കാ പതാ ചലെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം സ്ത്രീ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിലാവണം എന്ന് അതാണ് മുഅന്നസ് എന്നുള്ളത് ഇനി നോക്കാം ലഡ്ക എന്നുള്ളതിന്റെ മുഅന്നസ് ആണ് ലഡ്കി എന്നുള്ളത് ലഡ്ക ലഡ്കി വാലിദ് വാലിദ ഭായി ബഹൻ ബാപ് മാ അപ്പൊ ഈ രൂപത്തിലുള്ളത് എക്സാമിനും ചിലപ്പോൾ വന്നേക്കാം ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്കിലും
കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, മഷ്ക് തന്നിട്ടുണ്ട്, അത് പൂർത്തീകരിക്കേണ്ടതാണ്. ശുക്രിയ.